നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണായിട്ടായിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, 1 മിനിറ്റ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക കേട്ടോ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് TM ചെയ്യാം. ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റിലെ വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എനർജീസാണ്. ഓക്കെ, ലൈക്ക് എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജീസ് ആവാം. ഡസൻ മാറ്റർ മെയിൽ ഓർ ഫീമെയിൽ. ക്യൂൺ ഓഫ് കപ്സ് ഫീമെയിൽ ആയതുകൊണ്ട് മെയിലിൻ്റെ എനർജി ആവില്ല എന്നല്ല. ഇപ്പം ഇത് നിങ്ങളുടെ എനർജീസ് ആയിട്ടാണ് എനിക്കിവിടെ ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ലൈക്ക് നിങ്ങൾ ഈ ഒരു ടൈമിലും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഒത്തിരിയധികം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ലൈക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു നമ്മൾ സിമ്പതി എന്നൊക്കെ പറയത്തില്ലേ, നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു സിമ്പതി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഇമോഷണലി സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങൾക്ക് എത്രയൊക്കെ നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ഒരു സ്നേഹമോ ഒരു ലവോ ഒരു കെയറോ ഒന്നും തന്നെ നിങ്ങൾക്ക് കുറയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇമോഷൻസ് ആയിരിക്കും ഈ ഒരു വ്യക്തിയോട് ഉള്ളത്. പക്ഷേ ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഹേർട്ടാണ്, ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഹേർട്ടാണ്. ഒരു പക്ഷേ ഡസൻ മാറ്റർ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി മെയിൽ ആവാം, ഫീമെയിൽ ആവാം, എന്താണെങ്കിലും ലൈക്ക് അവർ നിങ്ങളെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം സംബന്ധിച്ചിടത്തോളം എ പീരീഡ് ഓഫ് ഡിഫിക്കൽട്ടി ഓർ ഹാർഡ്ഷിപ്പ് എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾക്ക് വളരെയധികം മോശപ്പെട്ടിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കാർമിക് ഫേസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഇമോഷണൽ ലെവലിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു ഹാർഡ്ഷിപ്പാണ്, നിങ്ങൾക്കൊരു മോശപ്പെട്ടിട്ടുള്ളൊരു ടൈം, ഒരു പീരീഡ് ഓഫ് ഡിഫിക്കൽട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത ഒരു എനർജിയിൽ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലോ ഒരു പക്ഷേ ആയിരിക്കാം. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ഫേസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ലൈക്ക് നിങ്ങൾ അപ്സെറ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് യു വിൽ ഫീൽ ലൈക്ക് ഇമോഷണലി ചീറ്റഡ്. നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത്. എനിക്കതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. വൈ ഗൈസ്, വൈ? ഇഫ് സംവൺ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങളുടെ വാല്യൂ ഒരാൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, അത് അവർക്കുള്ള നഷ്ടമാണ്, നിങ്ങൾക്കുള്ള നഷ്ടമല്ല. കാരണം ഇത്രയും എന്താ പറയുക, നമ്മൾ എന്തൊക്കെ ന്യൂസാണ് ഡെയിലി നമ്മൾ കേൾക്കുന്നത്. ഇത്രയും സെൽഫിഷ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഈ ലോകത്ത് സെൽഫ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺകണ്ടീഷണലായിട്ട് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. ഇത്രയും വലിയ ക്വാളിറ്റിയുള്ള നിങ്ങളെയാണ് ഈ ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. സോ നിങ്ങൾ ഒരിക്കലും ഇത് ഫീൽ ചെയ്യേണ്ട ലൈക്ക് എന്നെ ഒരു വ്യക്തി ചീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ക്വാളിറ്റി ഉണ്ട്. അത് അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും ഇതൊന്നും ആർക്കും വേണ്ട. അത് ആവശ്യമുള്ള ഇമോഷണലി അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവാം. പക്ഷെ നമ്മളുടേതായിട്ടുള്ള ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിൽ നമ്മളെപ്പോഴും ഭയങ്കരമായിട്ടും നല്ലൊരു എനർജിയിലാണ്. എപ്പോഴും എല്ലാവരും നമ്മളെപ്പോഴും ടോക്സിക് ആയിട്ടുള്ള ആളുകളിലെ അട്രാക്റ്റ് ആവുള്ളൂ. നല്ല ആളുകളെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. വാട്ടെവർ, അങ്ങനത്തെ ഒരു എനർജീസാണ് ഫീൽ ചെയ്യുന്നത്. ഷോർട്ട് റീഡിങ് ചെയ്യാം കേട്ടോ. നൗ 4 മിനിറ്റ്സ് ആയി. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജീസാണ്. ഈ ഒരു വ്യക്തിക്ക് ലൈക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ മനസ്സ് പറയുന്നുണ്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ലൈക്ക് ഇവരുടെ എന്താ പറയുക, ഒരു പക്ഷെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളത് ഇവർ ഡ്രീംസിൽ കാണുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്താ പറയുക, ഐ ഡോണ്ട് നോ, ചിലർക്കൊക്കെ ഇവിടെ എന്താ പറയുക എന്തെങ്കിലും പ്രൊപ്പോസൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സോ ഒക്കെ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഇവിടെ വാലന്റൈൻസ് ഡേ വരെയാണ്.
എനിക്ക് അങ്ങനത്തെ ഒരു എനർജീസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും, ലൈക്ക് ഈ ഒരു വ്യക്തി മൂവ് ചെയ്തു എന്ന്. പക്ഷെ നിങ്ങളെ ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി വന്ന് എന്താ പറയുക, അതിശയിപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട്. റൊമാൻസ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും ബൗണ്ടറി കീപ്പ് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒത്തിരി അധികം സ്നേഹമുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങളോട്. ഈ ഏസ് ഓഫ് കപ്സ് കണ്ടോ, 1 മിനിറ്റ്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജീസാണ്, ഓവർഫ്ലോയിങ് ഓഫ് ലവ്. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് വല്ലാത്തൊരു റൊമാൻസ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുകയാണ്. ലൈക്ക് എന്തൊക്കെയോ ഒരു നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ, നിങ്ങളുള്ളപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുള്ള ആ ഒരു ടൈമിൽ എനിക്കറിയില്ല എന്താണെന്നത്, അങ്ങനെയാണ് ഈ ഒരു വ്യക്തിക്ക് എനർജീസിൽ എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളോട് ഒത്തിരി സ്നേഹം തോന്നുന്നുണ്ട് ഈ ഒരു ടൈമിൽ. എത്ര നേരത്തേക്ക് ഉണ്ടാവും എന്നറിയില്ല, പക്ഷേ ഇവർക്ക് നിങ്ങളോട് ഒത്തിരി അധികം സ്നേഹമുണ്ട്. കാരണം കപ്സിൻ്റെ എനർജീസ് നമുക്കിവിടെ വന്നേക്കുന്നത് ഫുൾ കപ്സിൻ്റെ എനർജീസാണ്. അത്രയും ഇൻറ്റൻസ് ആയിട്ട് എന്താ പറയുക, ഇവർക്ക് നിങ്ങളോടൊരു ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇവർ എക്സ്പ്രസ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളോട് ഇത് പറയാനായിട്ടോ ഒന്നും ശ്രമിക്കുന്നില്ല. ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് ആ ഒരു ബൗണ്ടറിയിൽ തന്നെ ഇരിക്കുകയാണ്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വ്യക്തിയാണ്. എത്രയൊക്കെ ഇമോഷൻസ് ഉണ്ടെങ്കിലും ഒരു ഇമോഷണൽ ഫുള്ളല്ല. ഇമോഷൻസ് വെച്ചിട്ട് ഒരിക്കലും ഒരു ഡിസിഷൻസും എടുക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ എനിക്ക് ഇമോഷൻസ് ഉണ്ട്, സോ ഐ വിൽ ടേക്ക് ആക്ഷൻ ഓൺ ഇറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷനിലേക്ക് ഇത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മുൻപ് നോക്കാതെ ആക്ഷൻ എടുക്കാം എന്നുള്ളൊരു തോട്ട്സ് ഉള്ളൊരു വ്യക്തിയല്ല ആൾ. ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളോട് ഭയങ്കര പൊസസീവ്നെസ് ആയിരിക്കാം. നിങ്ങളെ ഒരിക്കലും ഈ ഒരു വ്യക്തിയെ വിട്ടിട്ട് പോകരുതെന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇവരുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താ, അതെല്ലാം ആഗ്രഹം മാത്രമാണ്, അതൊരു ആക്ഷൻ വൈസിലേക്ക് കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഒന്നും നിങ്ങളുടെ അടുത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചിലർക്കൊക്കെ ഇവിടെ സോളിഡ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഇവിടെ നമുക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് സ്റ്റാർട്ടിനെയാണ് കാണിക്കുന്നുള്ളത്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ദ ഫൗണ്ടേഷൻ ഫോർ ഫ്യൂച്ചർ സക്സസ്. നിങ്ങളുടെ ആ ഒരു റിലേഷനിൽ ഒരു എന്താ പറയുക, ഒരു സോളിഡ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജീസിനെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പം എന്താ പറയുക, ഒരു സോളിഡ് സ്റ്റാർട്ട് ഈ റിലേഷനിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കഴിഞ്ഞും യങ് ആയിരിക്കാം, അല്ലെങ്കിൽ തന്നെ യങ് അല്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ഏജ് ഉണ്ടെങ്കിൽ പോലും ഇവർ ലുക്ക് ലൈക്ക് യങ് ആയിട്ടായിരിക്കും ഇവരെ കാണുന്നുള്ളത്. അത്ര ഏജ് ഒന്നും തോന്നിക്കുന്നുണ്ടാവില്ല കാണുന്ന ടൈമിൽ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജീസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ വല്ലാത്തൊരു സ്റ്റക്കായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്തൊക്കെ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻസ് ആയെന്ന് പറഞ്ഞാലും, ഇപ്പം നിങ്ങൾക്ക് ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും, ഈ റിലേഷനിലൊരു റീസ്റ്റാർട്ട് ഉണ്ട്, ഈ റിലേഷനിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്. സോ ഇവിടെ സണ്ണിൻ്റെ കാർഡാണ് ബോട്ടംസിൽ വന്നിട്ടുള്ളത്. സണ്ണിൻ്റെ കാർഡ് എപ്പോഴും എന്താ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് സൺ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത്. സോ അവർ എനർജീസ് ഇതൊരു സക്സസ്സിനെയാണ് കാണിക്കുന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും മെൽറ്റ് അവേ വിത്ത് ദ വോം ദിസ് കാർഡ് സ്പ്രിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഇപ്പോൾ ഉള്ള ഒരു സൺ റേസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസിനെയും ഒരു സൺലൈറ്റ് മെൽറ്റ് ചെയ്ത് കളയും എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇവരുടെ ഹാർഡ് വർക്കിലായിരിക്കും എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഡസൻ മാറ്റർ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും നമ്മളെപ്പോഴും പറയും ജെൻഡർലെസ് റീഡിംഗ് ആണെന്നുള്ളത്. നിങ്ങളുടെ വ്യക്തി ഹാർഡ് വർക്കിലൂടെയാണ് ഇത്രയും എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജീനെ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഷോൾഡറിൽ വലിയ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് കൊണ്ട് നടക്കുന്നുള്ളത്. നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ലൈക്ക് അറിയില്ലേ, ഒരു വ്യക്തിക്ക് അവരുടെ വാല്യൂ എന്താണെന്ന് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ പോലെ, ഹീ ഓർ ഷീ നോ ഹിസ് വർത്ത്. അവർക്ക് അവരുടെ വർത്ത് അറിയാം, എന്താണ് എൻ്റെ വാല്യൂ എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പക്ഷെ നിങ്ങളുടെ എനർജീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർത്ത് അറിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ അറിയില്ല. നിങ്ങൾ എല്ലാത്തിനും വേണ്ടി ബെഗ് ചെയ്ത് ഈ ഒരു വ്യക്തിയുടെ പുറകെ നടക്കുന്നുണ്ടാവും. പക്ഷേ ഇവർക്ക് ഇവരുടെ വർത്ത് അറിയാം. ഇവരെപ്പോഴും എന്തൊക്കെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് മാത്രം ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തും ഡിസേർവ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഡിസേർവ് ചെയ്യുന്നവർക്ക് എന്ത് കൊടുത്താലും ഡിസേർവ് ചെയ്യുന്നവർക്ക് കൊടുത്താൽ മാത്രമേ ഉള്ളൂ
അതിനൊരിത് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറ്റില്ല. അർഹതയുള്ളവർക്ക് വേണം കൊടുക്കാൻ, അർഹതയില്ലാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തിയുള്ളത്. അതിൽ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വളരെ ഈ ഒരു പേഴ്സൺ. ലൈക്ക് വളരെയധികം എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പലപ്പോഴും ഇവരുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു വേർഡ്സോ ഒക്കെ നിങ്ങൾക്ക് കേൾക്കുന്നത് തന്നെ വളരെ റെയർ ആയിട്ടായിരിക്കും. കാരണം ഇവർക്ക് എന്താ പറയുക, ഇവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വാഗ്ദാനങ്ങളും ഈ ഒരു വ്യക്തി കൊടുക്കുന്നുണ്ടാവില്ല. ഓക്കെ, അവർ എനർജീസ് ലൈക്ക് ഈ ഒരു വ്യക്തി എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഈ ഒരു വ്യക്തിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുണ്ടാവണം. അത്രയും ക്ലിയർ ആയിരിക്കണം. എല്ലാം ക്ലിയർ ആയതിനു ശേഷമായിരിക്കും ഇവർ സംതിങ് കമ്മിറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആർക്കാണെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മിക്കവർക്കും ഇവിടെ കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇവർക്കും നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഐ തിങ്ക് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു ടൈമിലാണെങ്കിലും ശരി, എത്രയൊക്കെ നിങ്ങളോട് ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇവരുടെ ആക്ഷനായിട്ട് ഇവർക്ക് കാണാൻ പറ്റാത്തതിനൊരു റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഈ ഒരു വ്യക്തി കഴിഞ്ഞു പോയിട്ടുള്ള പണ്ടത്തെ കാര്യങ്ങളൊക്കെ പിടിച്ച് അൺഹെൽത്തി ആയിട്ടുള്ള വെയിൽ വെച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാതിരിക്കുന്നുള്ളത്. ഓക്കെ, ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.